മിഹിർ എന്ന തന്റെ പ്രിയപ്പെട്ട മകന് എന്ത് സംഭവിച്ചു എന്നറിയാൻ ഒരമ്മ നടത്തുന്ന പോരാട്ടം കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആരും നിശബ്ദരാവരുത്. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ആരെയും പേടിക്കാതെ തുറന്നു പറയണം. തന്റെ മകന്റെ നീതിക്ക് വേണ്ടി കുട്ടികളെ കൂടെ നിർത്താൻ മാതാപിതാക്കൾ തയ്യാറാവണം. മകന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സഹായമാവണം. മിഹിറിന്റെ അമ്മ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. മിഹിറിന്റെ മരണത്തെപ്പറ്റി സംസാരിച്ചാൽ അച്ചടക്ക നടപടികൾ കൈക്കൊള്ളുമെന്നും ഡീബാർ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നും ഗ്ലോബൽ പബ്ലിക് സ്കൂൾ മാനേജ്മെന്റ് കുട്ടികളെ ഭീഷണിപ്പെടുത്തി എന്നുള്ള വെളിപ്പെടുത്തലോട് കൂടിയാണ് അമ്മ ഈ അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മകന്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ആ അമ്മയ്ക്ക് നിരന്തരം ഇങ്ങനെ പ്രതികരിക്കേണ്ടി വരുന്നത്? അതിനുള്ള ഉത്തരം ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അധികൃതർ ഇന്നിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാണ്. ജനുവരി 14 മിഹിർ ഉൾപ്പെടെയുള്ള സംഘം മറ്റൊരു കുട്ടിയെ മർദ്ദിച്ചെന്നും മുൻപ് പഠിച്ച സ്കൂളിൽ നിന്ന് TC നൽകി പറഞ്ഞുവിട്ട വിദ്യാർത്ഥിയാണ് മിഹിർ എന്നും പറഞ്ഞ് തനിക്ക് നേരിട്ട പീഡനം സഹിക്കവയ്യാതെ ജീവനൊടുക്കിയ ആ 9ാം ക്ലാസ്സുകാരന് തന്നെ മരണത്തിന്റെ കുറ്റം കൂടി ചാർത്തി കൊടുക്കുകയാണ് സ്കൂൾ അധികൃതർ ചെയ്യുന്നത്. അവിടം കൊണ്ടും നിർത്താതെ ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചതിന്റെ പേരിലാണ് പഴയ സ്കൂളിൽ നിന്ന് മിഹിറിന് മാറേണ്ടി വന്നതെന്നും പറയുന്നുണ്ട്. അതായത് മിഹിറിന്റെ മരണത്തിൽ തങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ലെന്നും ആരോപണ വിധേയരെ മാറ്റി നിർത്താനാവില്ലെന്നും പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് സ്കൂൾ അധികൃതർ. തങ്ങളുടെ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു കുട്ടിയുടെ മരണത്തിൽ തങ്ങൾക്കൊന്നും ചെയ്യാനില്ലെന്ന മനുഷ്യത്വമില്ലാത്ത ന്യായീകരണം ഉറക്കെ വിളിച്ചു പറയുകയാണ്. മിഹിറിന്റെ മരണം തങ്ങളുടെ ഭാഗത്തു നിന്ന് സംഭവിച്ച തെറ്റുകൊണ്ടല്ല എന്ന് ആവർത്തിച്ചുറപ്പിക്കുകയാണ് സ്കൂൾ മാനേജ്മെന്റ്. മിഹിർ റാഗ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നും അതിന് തെളിവുകളില്ല എന്നും അതിനാൽ നടപടിയെടുക്കാനാവില്ല എന്നും സ്കൂൾ അധികൃതർ ആവർത്തിക്കുമ്പോഴും തെളിവായി നമുക്ക് മുന്നിലെത്തിയ സംഭാഷണങ്ങൾ ആരുടേതാണ്? സഹപാഠിയുടെ മരണത്തെ ആഘോഷിക്കുന്ന, തെല്ലും ദുഃഖമില്ലാത്ത, നിറത്തിന്റെ പേരിൽ അധിക്ഷേപിക്കുന്ന, ആ കുട്ടികളുടെ പ്രായത്തിൽ അർത്ഥമറിഞ്ഞിട്ടോ അറിയാതെയോ വംശീയതയടക്കം കൂളായി പ്രയോഗിക്കുന്ന ചാറ്റുകൾ ആരുടേതാണ്? ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം തരാതെ മിഹിറിനെ മാത്രം കുറ്റപ്പെടുത്തി വാർത്താക്കുറിപ്പിറക്കുന്ന സ്കൂൾ മാനേജ്മെന്റിന്റെ കൗശലത്തെയാണ് മിഹിറിന്റെ അമ്മ തുറന്നു കാണിക്കാൻ ശ്രമിക്കുന്നത്. അമ്മ പുറത്തുവിട്ട ആ ചാറ്റുകളിൽ നിന്ന് തന്നെ ഒരു 15 വയസ്സുകാരൻ നേരിടേണ്ടി വന്ന കൊടിയ മാനസിക പീഡനം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ കുടുംബം ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാനുള്ള ബാധ്യത സ്കൂൾ അധികൃതർക്കുണ്ട്. 2 സ്കൂളുകൾക്കും ഗുരുതര വീഴ്ച പറ്റിയെന്ന നേരിട്ടുള്ള അന്വേഷണത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പോലീസിന്റെയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെയും അന്വേഷണം നടക്കുന്നുണ്ട്. അസ്വാഭാവിക മരണം എന്നയിടത്ത് നിന്ന് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ട് പോലീസ്. സ്കൂൾ പ്രിൻസിപ്പലിനെ അടക്കം ചോദ്യം ചെയ്തതിനു ശേഷമായിരുന്നു ഈ നടപടി. ആർക്കെതിരെയും കേസ് എടുത്തിട്ടില്ലെങ്കിലും ആത്മഹത്യ ചെയ്യാൻ തക്കതായുള്ള മാനസികാഘാതം മിഹിറിന് ഉണ്ടായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സ്കൂൾ അധികൃതരെ അടക്കം വരും ദിവസങ്ങളിൽ വീണ്ടും ചോദ്യം ചെയ്യും. ഈ റിപ്പോർട്ട് ഉടൻ കോടതിയിൽ സമർപ്പിക്കും. മിഹിർ എന്ന തന്റെ പ്രിയപ്പെട്ട മകന് എന്ത് സംഭവിച്ചു എന്നറിയാൻ ഒരമ്മ നടത്തുന്ന പോരാട്ടം അതുകൊണ്ട് തന്നെ ഏറെ പ്രാധാന്യമുള്ളതാണ്.